ഇങ്ങനൊരു മുൾമുനയിൽ നിർത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പൊട്ടിത്തെറികളൊക്കെ ഇപ്പോൾ ഉണ്ടായത്. അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ മുതലെടുത്തു എന്നോ ചോദിച്ചാൽ മുതലെടുത്തു എന്ന്. ഇല്ല, ഗൂഢാലോചന ഉണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. എനിക്ക് അമ്മയെന്ന് ഒറ്റ വിഷമേ ഉള്ളൂ, അതിപ്പോഴും ഉണ്ട്. 2 കുട്ടികളാണല്ലോ പരാതി നൽകിയിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു കുട്ടി വന്നിട്ട് ഒരു 7 പേരോളം പേരാണ് പറയുന്നത്. ഒരു സംഘടനയെ തകർക്കുക എന്നുള്ള എന്തോ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു അപവാദം നമ്മളെപ്പറ്റി പറയുമ്പോൾ അത് ശരിയാണോ എന്ന് പോലും അന്വേഷിക്കാതെ നമ്മളിങ്ങനെ കീറി മുറിക്കാന്ന് പറയില്ലേ. ഇടവേള ബാബു എന്ന വ്യക്തിക്ക് ഈ അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ ശത്രുക്കളുണ്ടോ? ചില എയിമുകൾ വെച്ചിട്ടുള്ള കളികൾ നടന്നിട്ടുണ്ട് ഇവിടെ. അവർ നമ്മുടെ കൂടെയുള്ള ആയിരുന്നല്ലേ, പെട്ടെന്നൊരു നിമിഷത്തിലല്ലേ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നമസ്കാരം. വലിയ വിവാദങ്ങൾ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളമാവുന്നു. ഇന്ന് താരസംഘടന അമ്മയുടെ എല്ലാ അംഗങ്ങളും രാജിവെച്ച മുഹൂർത്തം. ഇതൊന്നുമല്ല ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത്. ഇടവേള ബാബു ഇന്ന് എന്നോടൊപ്പമുണ്ട്. ഇദ്ദേഹത്തിനെതിരെയും ആരോപണം ഉയർന്നു. ഇദ്ദേഹം ഇപ്പോൾ DGPക്കും അതോടൊപ്പം തന്നെ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിക്കും പരാതി നൽകി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ആ പരാതിയിൽ ഉള്ളടക്കം ഉൾപ്പെടെയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. ബാബുച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ സിനിമാ മേഖല പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാനിപ്പോൾ സമയം 2:15, പുലർച്ചെ 2:15 ഞാനിങ്ങനൊരു കസേരയിൽ വന്നിരിക്കാൻ തീരുമാനിച്ച് അലി ഇതിനു വേണ്ടി എന്നെ വെയിറ്റ് ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ സത്യം പറഞ്ഞ ഇന്ന് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, ദുഃഖങ്ങളൊക്കെ വേറെ, അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ 2 ദുഃഖങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ട് ഇടവേള എന്ന സിനിമയുടെ സംവിധായകൻ, എൻ്റെ ഗുരു, അദ്ദേഹത്തിൻ്റെ മരണം ഇന്ന് നടന്നു. ഞാൻ 9 മണി വരെ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എറണാകുളത്ത് വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മരിച്ച മൃതദേഹം പോയി കണ്ടു. എന്നെ സംബന്ധിച്ചോളം അത് വ്യക്തിപരമായിട്ട് വളരെ ഇന്നസെൻ്റായിട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നസെൻ്റിനോടൊപ്പം തന്നെ എന്നെ വ്യക്തിപരമായിട്ട് സ്പർശിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ വിഷമം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി കഴിഞ്ഞ 25 വർഷക്കാലം ഞാൻ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അമ്മ എന്നൊരു സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്, ഒരു സംശയമില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ എല്ലാ പ്രയത്നങ്ങളും ചെയ്തിട്ടുള്ളൊരു സംഘടനയാണ്. അപ്പം അത് നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ അപ്പുറത്തുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ആദ്യത്തെ 50 പേർക്ക് എടുത്തു കഴിഞ്ഞാൽ അമ്മ വേണ്ട, അമ്മയുടെ ആവശ്യമില്ല അവർക്ക്, അല്ലെങ്കിൽ തന്നെ ജീവിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എത്രയോ പേര് ഇതിൻ്റെ കഷ്ടപ്പാടും ഈ അമ്മയെക്കുറിച്ച് തെറി വിളിച്ച് പറയുന്നവരോട് ഇതിൻ്റെ ഉള്ളറയിലൊന്ന് വന്നു കഴിഞ്ഞാൽ അവരത് പറയില്ല എന്നാണ് ഞാൻ വിശ്വാസം. കാരണം ഇന്ന് ഈ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് വന്ന കോളുകൾ മുഴുവൻ ആശങ്കയോടുള്ള കോളുകളാണ്. അവരുടെ ഭാവി ഇനി എന്താണ്, അവർക്ക് എന്താ സംഭവിക്കുക, അവരെ ഇനി ആരും ഏറ്റെടുക്കാനില്ലേ, അവരുടെ രോഗങ്ങൾ വന്നാൽ, അത്തരം ആശങ്കകളാണ് മുഴുവൻ. പക്ഷെ അതിനൊന്നും ഇടവരില്ല. കാരണം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. കാരണം ഒരു സംഘടനയെ തകർക്കുക എന്നുള്ള എന്തോ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കരുക്കളാണ് നമ്മളൊക്കെ. അതിൽ വിരോധമൊന്നുമില്ല, നമ്മളതിനെ നേരിടാതെ പറ്റില്ലല്ലോ. കാരണം നമ്മളെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനു വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകൾ എന്ന് തന്നെ പറയാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള കാരണം നമ്മുടെ ലക്ഷ്യം കൃത്യമാണ്. അപ്പോൾ മാർഗം തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഇതുപോലെ ചില ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ കുറേ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. അത് നമ്മൾ ഒരു ലീഡർഷിപ്പിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ അപവാദം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കേട്ട അപവാദം മുഴുവൻ ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കാത്ത ആളുകളാണ്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, ചിലപ്പോൾ അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട് അവിടെ. ഒരാൾ അമ്മയിലെ അംഗമാവണമെങ്കിൽ ആദ്യം ഒരു കത്ത് തരണം, അത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വയ്ക്കും. അത് 17 പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആരെങ്കിലും എതിർത്താൽ നമ്മൾ എടുക്കാറില്ല.
യുനാനിവേഴ്സലി ഒരാളുടെ അപ്ലിക്കേഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ എടുക്കാറുള്ളൂ. എന്നിട്ടാണ് അയാളുടെ പൈസ വാങ്ങിക്കാൻ വേണ്ടി അപ്ലിക്കേഷൻ അയച്ചു കൊടുക്കും. അങ്ങനെ അപ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പൈസ അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. എന്നിട്ട് അതിനൊക്കെ എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ഞാനെന്തോ ഒരു 1.5 ലക്ഷം രൂപ ഓരോരുത്തർക്ക് എടുത്തു കൊടുത്താൽ എനിക്കതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല ഈ ചേർക്കുന്നവർ. പിന്നെ അതിലെനിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ ചേർന്നവരെയൊക്കെ ആ ഗണത്തിൽ പെടുത്തി എന്നുള്ളതാണ്. ഈ അമ്മയിലുള്ള 200 പകുതിയോളം അംഗങ്ങൾ എന്ന് പറഞ്ഞ സ്ത്രീകളാണ്. അവരൊക്കെ ആ ഗണത്തിൽപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയുണ്ട്. അവരോടൊക്കെ ചോദിച്ചറിയാം, അമ്മയിലെ ഏത് സ്ത്രീകളോട് ചോദിച്ചറിയാം. ഞാൻ ഒരുപാട് ഷോകൾ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൂടെ എത്രയോ അത് ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട്, മറ്റ് ഷോകൾ. ഇപ്പം തൊട്ട് മുമ്പ് തന്നെ അമ്മയുടെ മഴവിൽ മനോരമയുടെ ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോണേ ഉള്ളൂ. 7-8 ടെലികാസ്റ്റ്. അതിന് പോലും നമ്മുടെ കൂടെ എത്രയോ കുട്ടികൾ വർക്ക് ചെയ്യുന്നു. ഈ പറഞ്ഞ എല്ലാവരും തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അവരൊന്നും അത് ഇങ്ങനൊരു വാക്കിനെ പറ്റി പറയില്ല എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ എന്തോ ഇങ്ങനെ സംഭവിച്ചു. അല്ല, അതിലേക്ക് പോയി കഴിഞ്ഞാൽ 2 പേരാണ് ഇപ്പോൾ ഇടവേള ബാബു എന്ന വ്യക്തിയെക്കുറിച്ച് ആരോപണം വെച്ചത്. ആദ്യം ഒന്ന് കുട്ടി പറയുന്നത്, പെൺകുട്ടി പറഞ്ഞത് അതാണ് നമുക്കൊരു ആ ഒരു വാക്കാണ് പറയുന്നത്. അമ്മയുടെ മെമ്പർഷിപ്പ് തരാം, 1.5 ലക്ഷം രൂപയാണ്, അത് വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായി എന്ന് പറയും. അമ്മയുടെ മെമ്പർഷിപ്പ് 1.5 ലക്ഷം വാങ്ങുവാണെങ്കിൽ അവിടെ എഴുതി വെക്കണമല്ലോ, തീർച്ചയായിട്ടും അല്ലേ? അല്ലാതെ പിന്നെ 1.5 ലക്ഷം രൂപ എന്നുള്ളൊരു സംഖ്യ ഉണ്ടായിട്ടില്ല. നമ്മൾ 1.30 അത് കഴിഞ്ഞ് പിന്നെ നേരെ 2.5 വന്നത്. അപ്പോൾ എവിടേക്കോ ആ പ്രസ്താവനയിൽ തന്നെ ഒരുപാട് തെറ്റുകളുണ്ട്. ഹരിയൻ സാറിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാവം. അല്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആരൊക്കെ പിന്നിലുണ്ട് എൻ്റെ പിന്നിൽ. അല്ല, ഗൂഢാലോചന ഉണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. താങ്കൾ കൊടുത്ത പരാതിയിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണ്? അത് നമുക്ക് വഴിയെ പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിൽ ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയാണ് എല്ലാവരുടെയും. ഇത് അമ്മ തകർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവരെയും ഈ ഇതിൽ നോക്കിക്കോളൂ. ഈ ഇപ്പോൾ പറഞ്ഞ ആളുകളെല്ലാം ഒന്നുകിൽ അമ്മയുടെ ഭാരവഹികളായിരുന്നവരാണ്, അല്ലെങ്കിൽ ഭാരവഹികൾ ഇപ്പോഴുള്ളവരാണ്. അവരെ തന്നെ ലക്ഷ്യം വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണെന്നറിയില്ല, ഇങ്ങനൊരു ആരോപണം. അത് നമുക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് അതിൻ്റെ അധികാരികളോടോ ഒക്കെ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ബൂം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഓടി വന്ന് ഇത് ഒരേ നിരയിൽപ്പെട്ട കുറേ ആൾക്കാരെ ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ശത്രുക്കളുണ്ടോ? ഇടവേള ബാബു എന്ന വ്യക്തിക്ക് ഈ അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ ശത്രുക്കളുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ ഇല്ലയെന്നൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് ശത്രുക്കളില്ല. കാരണം ഞാൻ എല്ലാവരെയും 506 അംഗങ്ങളെ ഒരേപോലെ കണ്ടിട്ടുള്ള ആളാണ്. അത് അവർക്കും അറിയാം. പക്ഷേ സ്വാഭാവികമായിട്ട് തോന്നാം 25 കൊല്ലമൊക്കെ ഒരാൾ ഒരു കസേരമ്മ തൂക്കി പിടിച്ച് കിടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. കാരണം ഇനി ഞാനില്ല, നിങ്ങൾക്ക് എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായിട്ട്. എന്നിട്ട് പോലും ഞാൻ അമ്മയുടെ ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ഞാനല്ലേ. ഇപ്പോൾ ഈ അമ്മേൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ടും അമ്മയുടെ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ സ്വാഭാവികമല്ലേ ഒരാളിങ്ങനെ ഇത്രയും കാലം ഒരു സ്ഥലത്ത് ഇരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നാം. അതൊന്നും വിരോധം. 2 കുട്ടികളാണല്ലോ പരാതി നൽകിയിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു കുട്ടി വന്നിട്ട് ഒരു 7 പേരോളം പേരാണ് പറയുന്നത്. ആ കുട്ടി പറഞ്ഞ 7 പേരുടെ പേരാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതിന് യാതൊരു സംശയമില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. ഏതറ്റം വരെയും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇടവേള? സഹകരിക്കാൻ തയ്യാറാണ്. എല്ലാ ഇതിനും സഹകരിക്കാൻ തയ്യാറാണ്. തുടർ നടപടികൾ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ്സായിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്ന് ചെയ്യുകയും ചെയ്യും. അമ്മ ഈ താരസംഘടന മാറ്റി നിർത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? പല പ്രശ്നങ്ങളും പല സ്ത്രീകളും അതെന്നറിയോ, ഓരോ കാറ്റഗറി ഓഫ് സിനിമയുണ്ട്. ഇപ്പോൾ എന്തായാലും സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമ, അതിൽ സിനിമ എന്ന് പറഞ്ഞ പേരിൽ പലതും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ രംഗത്തുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെയൊക്കെ അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ നമ്മളിതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കാസ്റ്റിംഗ് കോൾ കാണുമ്പോഴേക്കും ചാടി ഇറങ്ങി പോകരുത്, അതിൽ എന്താണെന്ന് അന്വേഷിക്കണം, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് അന്വേഷിക്കണം. അതിനിപ്പോൾ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ അതിനൊന്ന് നിയമാവലി ഉണ്ടാക്കി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്.
പക്ഷേ എല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം ഈ പറഞ്ഞ പോലെ 17 പേർ അടങ്ങുന്ന സംഘം രാജിവെക്കുന്നു. ആ രാജി ഈ പെട്ടെന്ന് എടുത്തു ചാടിയുള്ള രാജിയാണെന്ന് തോന്നുന്നുണ്ടോ? അത്തരമൊരു രാജി വേണമായിരുന്നു? അല്ല, അത് ഞാൻ പറയാൻ അർഹനല്ല. കാരണം ഞാൻ ആ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇറങ്ങി പോകുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു അംഗം മാത്രമാണ്. അതെ, അത് അവർക്ക് അങ്ങനെ തോന്നിയിരിക്കണം. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന പ്രസിഡൻറ്റിന് അതാണ് ശരിയെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ തീരുമാനമെടുത്തത്. ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടന് യുക്തമാണെന്ന് തോന്നുന്ന തീരുമാനത്തിലെത്തുക. കാരണം ഇങ്ങനെ ഒരു കോർണർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയ അടിയല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു സംഭവം വന്നപ്പോൾ എന്തിനാണ്? കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഒരിക്കലും അമ്മ വേണ്ട. അവർക്ക് നിലനിൽക്കാൻ അവരുടേതായ സ്റ്റാൻഡുണ്ട്. പക്ഷേ അവരെ അമ്മയ്ക്ക് ആവശ്യമാണ്. അതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. അവരെ അമ്മയ്ക്ക് ആവശ്യമാണ്. കാരണം അമ്മയുടെ നിലനിൽപ്പിന് ഇതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും ഇവരൊക്കെ അമ്മയ്ക്ക് ആവശ്യമാണ്. ഇത്തവണ ഒരു സന്തോഷം ഉണ്ടായി. ഇത്തവണത്തെ ഷോയിൽ ഇവരെല്ലാവരും കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കണം. പക്ഷേ അതിനി പുതിയ നേതൃത്വം വരും, അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് അതിനൊരു ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോൾ നല്ലൊരു അസറ്റ് ഉണ്ടായിട്ടുണ്ട്. വീണ്ടും കഴിഞ്ഞ വനിതാ ഷോയും ഇപ്പോൾ ഈ നടന്ന മഴവിൽ ഷോയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു അസറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ കുറേ ആൾക്കാരുടെ ഈ പറഞ്ഞതിൻ്റെ വൈദ്യസഹായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോരുമ്പോൾ തന്നെയുണ്ട്. എല്ലാ 1-ാം തീയതിയും അവർക്ക് കൈനീട്ടം കിട്ടും എന്നുറപ്പുണ്ട്. അത് മുടങ്ങില്ല. ഈ മോഹൻലാലിനെ സംബന്ധിച്ചോളം എനിക്ക് മനസ്സിലായി, ഞാൻ ഇതിനു മുമ്പ് അമ്മയുടെ വാർത്താ സമ്മേളനം WCC വിഷയം ഉണ്ടപ്പോഴും മോഹൻലാൽ അസ്വസ്ഥനായിരുന്നു എന്ന കാര്യത്തിൽ നമ്മളെല്ലാം വാർത്ത കൊടുക്കുന്നത്. അന്നും മോഹൻലാൽ ഒരു രാജി എന്നൊരു സംഭവത്തിലേക്ക്, കാരണം അദ്ദേഹത്തിനെല്ലാം ചുമക്കാൻ കഴിയുന്നില്ല. പഴി വരുന്നത് മോഹൻലാലിലേക്കാണ് പോകുന്നത്, ഒരു പ്രസിഡന്റിലേക്കാണ് പോകുന്നത്. അന്നും അദ്ദേഹം രാജി സന്നദ്ധ അറിയിച്ചിരുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ഞാനന്ന് വാർത്ത കൊടുത്താണ്. ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാരും സത്യം എന്നോട് പറഞ്ഞിട്ടില്ല. 2ാം ഘട്ടം ഇന്നലെ തന്നെ ഞാൻ ഈ വാർത്ത കൊടുത്തിരുന്നു. മോഹൻലാൽ അസ്വസ്ഥനാണ്, രാജിക്കൊരുങ്ങുന്നു വാർത്ത കൊടുത്തിരുന്നു. അതും ശരിയാവുന്ന നിലയിലേക്ക് വന്നു. അന്നും ഒരു അസ്വസ്ഥനായ മോഹൻലാലിനെ എനിക്കറിയാവുന്ന ലാലേട്ടൻ ഞാൻ കണ്ടിരുന്നു. ഇപ്പോഴും ആ അസ്വസ്ഥത ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞതു. അന്നും ഇതേ തീരുമാനം എടുത്തിരുന്നില്ല അന്ന് ലാലേട്ടൻ. എന്നല്ല, ലാലേട്ടനൊരു കംഫർട്ടബിലിറ്റിയുടെ ആളാണ്. കാരണം ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. കംഫർട്ടബിളായിട്ട് പോകണം, എല്ലാവരും സന്തോഷത്തിലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സന്തോഷമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് സന്തോഷമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്തിനാണ് ഞാൻ ഈ കുരിശ് ചുമക്കണേന്ന് തോന്നില്ലേ? അത് ഓരോരുത്തരുടെ നേച്ചറാണ്. കാരണം ലാലേട്ടൻ എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഒരു കംഫർട്ടബിലിറ്റി എന്നുള്ള കാര്യം കൂടി ഉണ്ട് അതിനോടൊപ്പം. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. ഞാൻ കഴിഞ്ഞ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് അമ്മേന്ന് ഒറ്റ വിഷമേ ഉള്ളൂ, അതിപ്പോഴും ഉണ്ട്. നമ്മളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കില്ല വേണ്ടത്. അതിനെ നേരിടാനും അതിന് നേതൃത്വം നൽകുന്നവർക്ക് പരിപൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അത് പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് ലാലേട്ടൻ തോന്നിയിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കണം കാരണം. ആ ഒരു ഇപ്പോൾ പറയുന്നതും ഇതൊരു ഓടി ഒളിക്കൽ എന്നാണ് പറയുന്നത്, ഈ രാജി. മാധ്യമങ്ങൾ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഒരുപാട് ഫോറിനേഴ്സ് വന്ന് അവിടെ റീറെക്കോർഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മിനിറ്റ് പോലും അവിടെ നിന്ന് മാറാൻ പറ്റാത്ത മിക്സിങ്ങൊക്കെ നടക്കുകയാണ്. 1 മിനിറ്റ് പോലും അവിടെ നിന്ന് മാറാൻ പറ്റാത്ത സാഹചര്യമാണ് ചെന്നൈയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ വന്നൊരു വാർത്താ സമ്മേളനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. അല്ല, വാർത്താ സമ്മേളനം അത് പറയുമ്പോൾ ഒരു കാര്യം ബാബുചേട്ടൻ സ്ഥാനത്തിരുന്നാണ്. ഇപ്പോൾ ഒരു അംഗം എന്ന നിലയിൽ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നില്ലേ? ഇത്തരം ഒരു മെല്ലപ്പോക്ക് സമീപനം അമ്മയിലുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അത് ഞാൻ പറയുന്നത് ശരിയല്ല. ഞാനൊരു ഔദ്യോഗിക സ്ഥാനത്ത് പെരുന്ന കമ്മിറ്റി കുറ്റം പറയുന്നത് ശരിയല്ല. അത് ആ സമയത്ത് ആ കമ്മിറ്റിക്ക് തോന്നിയൊരു തീരുമാനമായിരിക്കാം. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചിലർ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ചിലർ പറഞ്ഞിട്ടുണ്ടോ പതുക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അതിൽ എടുത്ത ഭൂരിപക്ഷ തീരുമാനമായിട്ടുള്ള ഞാൻ ഒന്നടങ്കം അടിച്ചു പറയുന്നത് ശരിയല്ല എന്നുള്ളത്. കാരണം ഞാൻ ചെയ്ത എല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ചിലർ പറയണ്ടാവും അമ്മയെടുത്ത മുൻ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ ഒരു ക്രൈസിസിൽ അന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ് അന്ന് ചെയ്യുന്നത്.
ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഒത്തുകൂടാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് അപ്പോൾ ഒരു പ്രസ്താവന ഇറക്കി വെറുതെ വഷളാവണ്ടാവും തീരുമാനിച്ചിട്ടുണ്ടാവും. എന്താണ് അന്നത്തെ അവരുടെ സാഹചര്യമായിരിക്കും, അവരാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായും സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു കമ്മിറ്റിയെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമ്മയെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയാം. ഞാൻ ഒരുപാട് നല്ല ഒത്തിരി വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പരിപൂർണമായിട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു ചെയ്ത നന്മകളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവുകയാണ്. അതിപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 25 വർഷക്കാലം രാവും പകലും ഇല്ലാണ്ട് ഞാൻ ഇതിനു വേണ്ടി അധ്വാനിച്ച ആളാണ്. അധ്വാനിക്കുന്നതെന്ന് പറയില്ല, ഒപ്പം നിന്ന ആളാണ്. പക്ഷെ നമ്മളൊക്കെ ഒരു അപവാദം നമ്മളെപ്പറ്റി പറയുമ്പോൾ അത് ശരിയാണോ എന്ന് പോലും അന്വേഷിക്കാതെ നമ്മളിങ്ങനെ കീറി മുറിക്കാന്ന് പറയില്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസൊക്കെ വളരെ ഒരു എനിക്കും വീടുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, അവരൊക്കെ ഇത് വായിക്കില്ലേ? അപ്പോൾ അത്തരം ഒരു സമീപനം എടുക്കുന്നത് ഒരു എന്ത് സംസ്കാരമാണെന്ന് എനിക്കറിയില്ല. ഞാനൊരാളെ പറ്റി അങ്ങനെ ചെയ്യില്ല, എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരാളെ പറ്റി അങ്ങനെ ഒരു അപവാദം പറയില്ല. പറഞ്ഞാൽ തന്നെ മാന്യമായിട്ട് പറയുന്ന ഭാഷയിലേ പറയുള്ളൂ. ഇതൊന്നും അല്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും വിഷമം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളാണ്. അത് എന്താണ് അങ്ങനൊരു ഇതിലും കമൻറ്റുകൾ വരും, തീർച്ചയായിട്ടും വരും. ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അരിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊന്നല്ല, ഞാനിത് എല്ലാ ചാനലിലും നടന്ന് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് എനിക്കിവിടെ വന്നു പോവാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ന് എനിക്കൊരു വേദന ഉണ്ടാവും. അയ്യോ, മോഹൻ സാറ് മരിച്ചിട്ട് എനിക്ക് ഇടവേള എന്ന് പറഞ്ഞ് വിലാസം ഉണ്ടാക്കി തന്ന സംവിധായകനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്നെ ക്യാമറയുടെ മുമ്പിൽ ആദ്യം നിർത്തിയ സംവിധായകനാണ്. അപ്പോൾ ഇന്ന് വന്ന് ഞാൻ പോയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമ്മാനം ഉണ്ടാവില്ല. അതിന് വേണ്ടി മാത്രം വന്നു. അപ്പോൾ ആ ഡയറക്ടർ എൻ്റെ ചോദിച്ചു, ഇത്രയും നേരം ട്രാവൽ ചെയ്ത് ബാബു രാവിലെ വന്ന് അഭിനയിക്കും. ഞാൻ പറഞ്ഞു, അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വന്ന് ഞാൻ പോവും. പക്ഷെ അത് കൃത്യമായിട്ട് ഹൈദരാലി മനസ്സിലാക്കുകയും എന്നെ പിടിച്ചിരുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹൃദയം തുറന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം ഈ ബൈലോ പ്രകാരം ഉള്ള കണക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ജനറൽ ബോഡി വിളിക്കാതെ ഇത്തരമൊരു രാജി ബൈലോയിൽ ചെയ്യാനുള്ള ഒരു അർഹത ഉണ്ടോ? എനിക്കറിയില്ല, ബൈലോ ഒക്കെ അറിയാവുന്ന താങ്കൾക്കാണ്. അല്ല, അത് ചെയ്യാം. ഏത് ഘട്ടത്തിലും രാജിവെക്കാനും ആർക്കും പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി വെച്ചിട്ട് ഇതിനെ ഒരു മാക്സിമം 1 മാസമൊക്കെ കൊണ്ടുപോയിട്ട് 21 ദിവസം നോട്ടീസിലാണ് ജനറൽ ബോഡി വിളിക്കേണ്ടത്. അപ്പോൾ 2 മാസം കണക്ക് വരും. അതാണ് 2 മാസം. നമ്മളൊരു എമർജൻസി ജനറൽ ബോഡി ആയിരിക്കണം. മറ്റേത് പ്രൊസീജിയർ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ 21 ദിവസം നോട്ടീസ് നൽകിയിട്ട് നൽകാം. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു രാജിവെച്ച സ്ഥിതിക്ക് ഇലക്ഷനാണ്. അപ്പോൾ അതിന് കൃത്യമായ ഒരു 21 ദിവസം ടൈം ഇട്ടിട്ട് അതിന് ഡേറ്റ് ഫിക്സ് ചെയ്ത് എവിടെയാണെന്നുള്ളത് ഫിക്സ് ചെയ്ത് ഇലക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്. നമുക്ക് 2 പേര് അമ്മയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവും. പിന്നെ നമുക്കൊരു ടീമുണ്ട്, അവരെ ലീഗൽ ടീമിനെയും വിളിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യണം. ഇനി ഒരു എമർജൻസി ജനറൽ ബോഡി വിളിക്കുന്നതായിരുന്നോ നല്ലതെന്ന് തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ അപ്പോൾ ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ അത് പെട്ടെന്ന് വിളിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ബുദ്ധിമുട്ട്. നമുക്ക് എല്ലാവരും ഷൂട്ടിങ്ങും കമ്മിറ്റ്മെൻറ്റുമാണ്. നമുക്ക് രാത്രിയും പകലും ഇല്ലാത്ത ജീവിതമുള്ളവരാണ്. അപ്പോൾ ചിലപ്പോൾ അത് സാധിക്കാതെ വന്നോ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാവും അതിന് നിൽക്കാൻ പറ്റാഞ്ഞത്. 506 മെമ്പർമാരിൽ എമർജൻസി ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം എത്ര പേര് വേണം? അല്ല, ശരിക്കും നമുക്ക് 1/3 എങ്കിലും ഇത് വേണം, അറ്റൻഡൻസ് വേണം. പിന്നെന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു 100 ചില്ലാൻ പേര് യാത്ര ചെയ്യാൻ പറ്റാത്തവരും അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണ്. നമുക്കൊരു 400ഒക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്കൊരു 150 പേരെങ്കിലും വേണമായിരുന്നു എമർജൻസി. എന്നാലേ അതൊരു കോറമാകത്തുള്ളൂ. അത് നിർബന്ധമാണല്ലേ? ചിലപ്പോൾ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ എന്നാലും ഒരു ജനറൽ ബോഡി എന്ന് പറയുന്നൊരു മാസ് വരണ്ടേ. ഇനിയിപ്പോൾ ഈ കമ്മിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പം നിലവിലുള്ള ഭാരവാഹികൾ നേരത്തെ സിദ്ദീഖ് രാജിവെച്ചു, ഇനിയുള്ള എല്ലാവരും കൂട്ടത്തോടെ ഇപ്പോൾ എല്ലാവരും രാജിവെച്ചു. ഇനി ഒരു ജനറൽ ബോഡി വിളിക്കുമ്പോൾ ഇവരുടെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരിക്കും ജനറൽ ബോഡി കൂടുക? എങ്ങനെയായിരിക്കും അത്? അല്ല, അഡ്ഹോക് കമ്മിറ്റി ശരിക്കും ഇവർ തന്നെയാണ് വേണ്ടത്. ഈ 17 പേര് തന്നെയാണോ? 17 പേര് അല്ലെങ്കിൽ എല്ലാവർക്കും ചിലർക്ക് ഞാൻ ഈ പങ്കെടുക്കുന്നില്ല എന്ന് മാറിയിക്കാം. പക്ഷേ ഈ കമ്മിറ്റി തന്നെയാണ് സാധാരണ ചുമതല ഏൽപ്പിക്കുക.
അപ്പോൾ ഈ കമ്മിറ്റി പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ക്ലാരിറ്റി നിയമോപദേശകർക്ക് തരാൻ പറ്റും. ഈ കമ്മിറ്റിയിൽ എത്ര പേര് ഈ കമ്മിറ്റിയിൽ വേണ്ടി വരും ഇനി തുടർന്ന്? ചിലവർക്ക് ഒഴിഞ്ഞു മാറാമെന്ന് പറയുന്നു. അപ്പോൾ ഒഴിഞ്ഞു മാറാന്ന് വെച്ചാൽ പിന്നെ അതിലൊരു ഭൂരിപക്ഷം വേണ്ടി വരുമോ? തീർച്ചയായിട്ടും വേണ്ടേ, അല്ലെങ്കിൽ ഒരു ഇതാവില്ലല്ലോ, കമ്മിറ്റി ആവില്ലല്ലോ. പിന്നെ സാധാരണ നമ്മുടെ ട്രാവൻകൂർ കൊച്ചി ആക്ട് പ്രകാരമുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് നിലവിൽ എങ്ങനെയാണോ അതാണ് ഇതിലും പ്രായോഗികമായിട്ട് വരും, ഇതിലും വരുന്നത്. ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാകുന്നു അല്ലേ? ഇടവേള ബാബു എന്ന വ്യക്തി ഇപ്പം ഒരു ഈ കേസിലൊക്കെ നിൽക്കുന്നു എന്ന് പറയാം. ഇനി എൻ്റെ വിചാരണ കാര്യങ്ങളുണ്ട്, എനിക്കത് അന്വേഷണമൊക്കെ വരുന്നു. ഇനി അങ്ങനെയൊക്കെ തെളിഞ്ഞു വന്നാൽ ഇനി ഇടവേള ബാബു അമ്മയുടെ ഒരു ഭാരവാഹി ആകുമോ എന്നൊരു ചോദ്യം പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആകുമോ? അതില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ആളല്ലേ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇത്രയും കാലം നന്നായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ചു പോയ ഒരാളാണ്. അമ്മയ്ക്ക് എന്ത് സഹായത്തിന് ഞാനുണ്ടാവും. പക്ഷേ ഇനിയൊരു ഭാരവാഹിത്വത്തിലേക്ക് വരാൻ ഇല്ല. തീർത്ത് പറയുന്നു. താങ്കൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടനും ഇറങ്ങുന്നു എന്നായിരുന്നു അന്ന് വാർത്ത. പിന്നീട് ലാലേട്ടൻ ഇതിലേക്ക് വരുന്നു. ഇതെല്ലാം കുറേ ആൾക്കാരുടെ പ്രഷർ കാരണം ലാലേട്ടൻ വന്നതാണ്. കാരണം ലാലേട്ടൻ അന്ന് ഇനി പുതിയ ആൾക്കാർ വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ അന്നത്തെ എല്ലാവരും പ്രഷർ കാരണം ലാലേട്ടൻ നിൽക്കേണ്ടി വന്നു എന്നേ പറയാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ലാലേട്ടൻ നിൽക്കേണ്ട വന്നത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇനിയുള്ള കാലഘട്ടത്തിൽ പുതുതലമുറ വരണം, സ്ത്രീകൾ തലപ്പത്ത് വരണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതെങ്ങനെയല്ല, സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണം. അത് ഞാനും എപ്പോഴും ആഗ്രഹിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം പുതിയ ബൈലോയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അതൊരു സ്ത്രീ തന്നെ വരണം എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഈ പോസ്റ്റ് ഇപ്പോൾ വേണമെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ഒരു സ്ത്രീയെ ജനറൽ സെക്രട്ടറി ആയാലും എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് ഇപ്പോഴത്തെ ബൈലോ അനുസരിച്ച് അതാത് കാലത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തീരുമാനിക്കാം ഏതൊക്കെ റിസർവ്ഡ് സീറ്റെന്ന്. അങ്ങനെയുണ്ട്. ഇത്തവണ വേണമെങ്കിൽ ഒരു കമ്മിറ്റി തീരുമാനം അടുത്ത പ്രസിഡന്റ് വനിതയാണെന്ന് തീരുമാനിച്ചാൽ വനിതയാണ്. വനിതയ്ക്ക് ഇലക്ഷൻ അത് ഇപ്പോഴത്തെ ഈ കമ്മിറ്റി തീരുമാനിക്കണം. അതാണ് നമ്മുടെ റൂൾ അനുസരിച്ച്. അതനുസരിച്ച് അതും ഇനി വേണമെങ്കിൽ മാറ്റി സ്ഥിരം മറ്റേ വൈസ് പ്രസിഡന്റ് ലേഡിയാണെന്ന് തീരുമാനിക്കാം. അപ്പോൾ അവിടെ മത്സരം വരുന്നത് വനിതകൾ മാത്രമല്ല മത്സരിക്കാവൂ അല്ലേ? അവിടെയാണല്ലോ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ വനിതകൾ തന്നെ മത്സരിക്കാവുള്ളൂ. ഇപ്പൊ എക്സിക്യൂട്ടീവ് യോഗത്തിലും കഴിഞ്ഞ കൊടുത്ത വിഷയം ഉണ്ടായത് അത് തന്നെയാണ്. പിഷാരടി മാറേണ്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. അപ്പൊ അങ്ങനെ നമ്മൾ അത് സംവരണം ചെയ്താൽ അത് ആ സീറ്റിൽ തന്നെ വനിതകളാണെങ്കിൽ വനിതകൾ തന്നെ മത്സരിക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആയിട്ടുള്ള അവരുടെ റെക്കമെൻഡേഷനിൽ അതുണ്ട്. ഇന്നും ബൈലോയിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇടവേള ബാബുച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി 25 വർഷക്കാലം അമ്മയെ നയിക്കുകയും അത് സ്ഥാനമൊഴിഞ്ഞ് വന്നതിന് ശേഷം എങ്ങനെയുണ്ട്? ഫോൺ കോളുകളുടെ വരവൊക്കെ ഉണ്ടായിരുന്നു? ഫോൺ കോളുകൾക്കൊന്നും കുറവില്ല. എല്ലാവരും എല്ലാ കാര്യത്തിനും എന്നെ തന്നെയാണ് വിളിക്കുന്നത്. അവർ ആശങ്കകളും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. അതിലൊന്നും ഞാൻ വയ്ക്കുമല്ലോ, ഞാൻ എല്ലാവരും ഫോൺ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സമാധാനമുണ്ട്. മറ്റേത് എടുത്ത് ഞാൻ പറയേണ്ട രീതിയും ഇപ്പോൾ പറയേണ്ട രീതിയിലേക്കും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാൻ അവരോട് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സിനെ ഞാൻ വിളിച്ച് പറയാം, ഇൻഷുറൻസ് അതിൻ്റെ കമ്പനിയെ ഞാൻ വിളിച്ച് പറയാം. മറ്റേതല്ല, ഞാൻ ചെയ്തു കൊടുക്കുന്ന ചുമതലക്കാരനാണ്. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഇളവ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കൊരു മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതെ, പല ആശയങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു, പുതിയ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. അവർ പുതിയ കാൽവെപ്പുകൾക്കൊക്കെ തയ്യാറെടുത്തതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിങ്ങനെ ഇനിയും ആർജവത്തോടുകൂടി താരസംഘടന വരുമെന്ന് തന്നെയാണ് വരുന്നേ. നമുക്ക് എല്ലാം വേണം. ഇതിനിടയിൽ WCCയെ കൂട്ടി ആലോചിച്ച് അവരെയും കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അവർ നമ്മുടെ കൂടെയുള്ള ആയിരുന്നല്ലേ, പെട്ടെന്നൊരു നിമിഷത്തിലല്ലേ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. എല്ലാവരും വേണം, എല്ലാവരും ഉള്ളപ്പോഴാണ് സന്തോഷം. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം. എന്തിനാണ് നമ്മൾക്ക് വേർപെട്ട് വീണത്? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അയ്യോ നമ്മളിങ്ങനെയാവുമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് വേണം. ഈ ഗൂഢാലോചന നടന്നു എന്ന് താങ്കൾ പരാതി പറയുന്ന ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അത് ഏത് രീതിക്കാണെന്ന് താങ്കൾ വെളിപ്പെടുത്തിയിട്ടില്ല, നിയമോപദേശം തേടണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളെ ചില എയിമുകൾ വെച്ചിട്ടുള്ള കളികൾ നടന്നിട്ടുണ്ട് ഇവിടെ. ഇന്നവരെ തേജോവധം ചെയ്യണം എന്നുള്ളത് ഉദ്ദേശങ്ങൾ കുറേ കാലമായിട്ടുണ്ട്. അത് പല ഇൻസിഡൻറ്റിൽ നിന്ന് മാറി മാറി ഇങ്ങനെ ഇൻസിഡൻറ്റിൽ വന്ന് വീഴുന്നതാണ്. അല്ലാതെ എന്നെ കൊല്ലണമെന്നോ അങ്ങനെയുള്ളതല്ല. അങ്ങനെ കീ പോസ്റ്റിലിരുന്ന എല്ലാവർക്കും ഇപ്പോൾ ഒരു അടി തരുന്നുണ്ട്.
അപ്പം എല്ലാവർക്കും വന്നു. അതെ, സിദ്ദീഖിന് വന്നു, ബാബുരാജിന് വരുന്നു, തിരിഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും വന്നുണ്ട്, മുകേഷ് ചേട്ടന് വന്നു, എല്ലാവർക്കും വന്നു, പഴയ ആളുകൾക്കും വന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു താമസം ഉണ്ടായത് ഏറ്റവും വലിയ വിമർശനമായിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ അത് ഇതിനു മുമ്പ് മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ഹേമ കമ്മിറ്റി മുമ്പിൽ പോയതാണോ താങ്കൾ? അല്ല, ഞാൻ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തതാണ്. കാരണം അവരുടെ നോഡൽ ഓഫീസർ ഞാനായിട്ടാണ് കോൺടാക്ട് ചെയ്ത് എല്ലാവരും നമ്പർ കൊടുക്കലും എല്ലാവരെയും വിളിക്കലും, ലാലേട്ടനായാലും മമ്മൂക്കയിലും എല്ലാവരുടെയും കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തത്. എന്നെ വിളിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവസാനം വരെ ഞാൻ കാത്തിരുന്നു. എന്നെ വിളിക്കാൻ ഞാൻ കുറേ പോയിന്റ്സ് എഴുതി വെച്ചിരുന്നു സമർപ്പിക്കാൻ വേണ്ടി. പക്ഷെ എന്നെ വിളിച്ചിരുന്നില്ല, മൊഴി കൊടുക്കാൻ പോകണ്ടാവും. എന്നെ വിളിച്ചില്ല എന്ന് മാത്രമല്ല, എൻ്റെ അറിവിൽ അമ്മയിൽ നിന്ന് വളരെ കുറച്ച് പേര്, പ്രത്യേകിച്ച് അമ്മയിലുള്ള ലേഡീസിനൊന്നും വിളിച്ചിട്ടില്ല. അമ്മയിൽ നിന്ന് മമ്മൂട്ടി ഉണ്ടായിരുന്നു, മോഹൻലാൽ ഉണ്ടായിരുന്നു, ബാബുരാജ് കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 പേരിൽ കൂടുതൽ അമ്മയൊന്നും കൊടുത്തിട്ടില്ല. ലേഡീസ് ആരും പോയതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ആ ഒരു വലിയ വിഭാഗത്തിനെ അതിൽ ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സെലക്ഷൻ ആയിരുന്നു ഹേമ കമ്മിറ്റി എന്ന് വിചാരിക്കണം. കാരണം ഇത്രയും ആളുകൾ, അമ്മയുടെ ഒരു പകുതി മെമ്പർമാരും ലേഡീസ് അല്ലേ, അപ്പോൾ അവരെ വിളിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. ഈ വിളിക്കാനുള്ള ലിസ്റ്റ് തയ്യാറാക്കിയത് ആരാണെന്ന് അറിയും? അത് അവിടെ നിന്നാണ് വിളിച്ചു പറഞ്ഞിരുന്നത്. എൻ്റെ അടുത്ത് പലപ്പോഴും ഒരു കമ്മിറ്റി മറ്റേ നോഡൽ ഓഫീസർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഇന്നാളുടെ നമ്പർ എന്താ, ഇന്നാളുടെ കോൺടാക്ട് എന്താ, ഒന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഒന്ന് വിളിപ്പിക്കും, അപ്പോൾ ഒന്ന് വിളിച്ചു പറയുന്നത്, അങ്ങനെയൊക്കെയാണ് അവർ വിളിപ്പിച്ചിരുന്നത്. അപ്പോൾ അവരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർ സെലക്ട് ചെയ്തു. അമ്മയിൽ നിന്നുള്ള വളരെ ചുരുക്കം 10 പേരോളം. 10 പേര് തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല എനിക്ക്. മാക്സിമം 10 പേര് ഉണ്ടെങ്കിലും ഉണ്ടാവും. അതിലിപ്പോൾ തന്നെ 3 ജെൻസ് ഉണ്ട്. അപ്പോൾ 10 പേരെന്നുണ്ട്. ബാക്കി തുച്ഛമായ സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി. എത്ര തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിളിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇല്ല അല്ലേ? ഇതിനു മുമ്പും സാംസ്കാരിക വകുപ്പ് ഒക്കെ ആയിട്ട് ചർച്ചയ്ക്ക് വരുന്നത് ഹേമ കമ്മിറ്റി. ഞാൻ എല്ലാ ചർച്ചകളിലും, സർക്കാരിൻ്റെ എല്ലാ ചർച്ചകളും, ഞാനൊരു 4-5 കൊല്ലത്തോളം KSDC വൈസ് ചെയർമാനായിരുന്ന ആളും കൂടിയാണ്. അപ്പോൾ സർക്കാരുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഓഫീസേഴ്സായിട്ട്, IPS ഓഫീസേഴ്സൊക്കെ ആയിട്ട് ഞാൻ നല്ല അടുപ്പമുള്ള ആളാണ്. അപ്പോൾ അവരുടെ എല്ലാ വകുപ്പിൻ്റെ പ്രശ്നങ്ങളിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പരസ്യങ്ങൾ, ഈ ഗവൺമെൻറ് പരസ്യങ്ങളിലൊക്കെ നമ്മുടെ നടന്മാർ 10 പൈസ വാങ്ങാതെയാണ് പോകുന്നത്. അത് പലപ്പോഴും എന്നെ വിളിച്ച് പറയാറ്, കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. സർക്കാരുമായിട്ട്, എല്ലാ സർക്കാരുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ തന്നെയാണ്. സർക്കാർ എന്നൊരു വിരോധം, പക്ഷെ അമ്മ എന്നൊരു സംഘടന നിലനിൽക്കണം എന്നുള്ളത് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കോൺക്ലേവ് നടക്കാൻ പോകുന്നു, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? അത് കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ മുൻവിധികൾ പാടില്ല. സർക്കാരിൻ്റെ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ ചില ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതിനാണ് അത് എങ്ങനെയെന്ന് വന്നാലേ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുൻകൂട്ടി അയ്യോ അത് ഭയങ്കര ബോറാണ് എന്ന് പറയാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ. അത് വരട്ടെ, വന്നതിൻ്റെ ഒരു എന്തായാലും ഒരു നല്ലതിനായിരിക്കണം എല്ലാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പലപ്പോഴും നമ്മൾ സർക്കാർ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് പലതും ആശയങ്ങളുണ്ടാവും, നടപ്പിൽ വരുത്താൻ നമുക്ക് സാധിക്കാതെ വരാറുണ്ട്. ഞാനിപ്പോൾ KSDCയിൽ ഇരുന്നതുകൊണ്ട് പറയാം, നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു 10% പോലും നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കാൻ, അതിൻ്റെ നിയമവശങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വേട്ടക്കാരുടെ പേരും ഇരകളുടെ പേരും ഉണ്ടെന്ന് പറയുന്നു. ഈ വേട്ടക്കാരുടെ പേരിൽ പറയുമ്പോൾ കുറേ ആളുകളുടെ പേരുണ്ട്. എല്ലാവരും സംശയത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നു. അതാരാണ്, ഇവരാണോ എന്ന് സംശയമാണ്. പല ആളുകളുടെ പേരും പറയുന്നു. ഈ വേട്ടക്കാരുടെ പേര് എന്നുള്ള, വേട്ടക്കാർ തന്നെ വാക്ക് ഉപയോഗിക്കുന്നു നമ്മൾ. ആ പേര് പുറത്ത് വിടാൻ വേണ്ടി താരസംഘടന, ഇപ്പോൾ താങ്കൾ അംഗം മാത്രമാണ്, താരസംഘടനയൊക്കെ അത് സമീപിക്കേണ്ട ഒരു കാലഘട്ടം എടുത്തില്ലേ? ഞങ്ങളെല്ലാവരും മഴ നനഞ്ഞ് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ഈ പേരുകൾ അറിയണം. ഇരകളുടെ പേര് വിടാനാണ് പ്രശ്നം. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും. ഭൂരിപക്ഷം തന്നെയല്ലേ പറയുന്നത്. ഈ ഇങ്ങനൊരു മുൾമനയിൽ നിർത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പൊട്ടിത്തെറികളൊക്കെ ഇപ്പോൾ ഉണ്ടായത്. അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ മുതലെടുത്തു എന്നോ ചോദിച്ചാൽ മുതലെടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മുടെ അനുഭവം, എൻ്റെ അനുഭവം. പേര് വിടണമെന്ന് തന്നെയല്ലേ താങ്കളുടെ അഭിപ്രായം? എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ, ഇപ്പോൾ എന്താണെന്ന് എല്ലാവരും അറിയട്ടെ. അപ്പോൾ എല്ലാവരും ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പം സർക്കാർ ഇമെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് അന്വേഷണ ടീമിനെ അറിയിക്കാൻ വേണ്ടി. അത് നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. അത് നല്ല തീരുമാനം. കാരണം ഈ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സമീപനം മാറിയിട്ട് കൃത്യമായിട്ടുള്ള ആളുകൾക്ക് സമീപിക്കാമല്ലോ. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട്
നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. താങ്കൾക്കെതിരെ ഇപ്പോൾ പരാതി വന്നു, താങ്കളും പരാതിപ്പെട്ടിട്ടുണ്ട് ഇത് ഗൂഢാലോചന വന്നത്. താങ്കൾക്കെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടികൾ താങ്കൾ നിരപരാധി എന്ന് പറഞ്ഞാൽ അവർക്കും ശിക്ഷാ നടപടി വേണമെന്നല്ല താങ്കൾ ആഗ്രഹിക്കുന്നത്? സ്വാഭാവികമല്ലേ? അല്ല, അങ്ങനെ ഒരു നിയമം വേണ്ടേ? അങ്ങനെ നിയമങ്ങൾ വരുന്നില്ല. എല്ലാവരെയും ഇപ്പം മുറിവേൽപ്പിക്കാന്ന് എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അതിൻ്റെ വേദന ഉണ്ടാവില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആളിങ്ങനെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. പൃഥ്വിരാജ് ഇന്നലെ അത് തന്നെയാണ് പറഞ്ഞത്. അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തിരിച്ചും വേണം. എന്തായാലും താങ്കൾ ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. താങ്കൾ ഒരു പ്രതിസന്ധി ഈ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വെളുപ്പാങ്കാലത്ത് ഇൻ്റർവ്യൂ ആയിരിക്കും. പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുമ്പോഴും ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. അതാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. ഇരകൾ പറയുന്നതാണോ ശരി, വേട്ടക്കാരൻ പറയുന്നതാണോ ശരി, വേട്ടക്കാരൻ ആരാണ് ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ സംശയമില്ല. മനസ്സ് തുറന്ന് പറഞ്ഞു. ഇതൊക്കെ കാലാകാലങ്ങളായി നടക്കുന്ന സംഭവങ്ങളാണെന്ന് താങ്കൾ പറയുന്നുണ്ട്. പല മേഖലയിൽ നടക്കുന്നു എന്ന് പറയുന്നത് എല്ലാ മേഖലയും നടക്കുന്നു. പക്ഷേ അമ്മാ സംഘടനയ്ക്കുണ്ടായ ഒരു മുറിവ് താങ്കളെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കാര്യത്തിൽ സംശയം. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അമ്മ. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങനെയായിക്കോട്ടെ, അത് നന്നായിക്കോട്ടെ മോശമായിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അമ്മ. കാത്തിരുന്ന് കാണാം നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്ര. ഒത്തിരി നന്ദി. തിരിച്ചും